നിയമങ്ങളെപ്പറ്റി ബോധവാനാവുകയും ആ നിയമങ്ങളുടെ ജീവിതത്തിൽ ശിരസ വഹിക്കുകയും ചെയ്യുന്നവനാരോ അവന് കുലുക്ക് പൂർത്തിയായി. അതാണല്ലോ ഇമാം റസ്സാലി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞത്. അള്ളാഹുവിന്റെ കിതാബിൽ മുഅ്മിനീങ്ങളെപ്പറ്റി എന്തൊക്കെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നല്ല കുലുക്കായി. അപ്പൊ ഒരു സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു. അപ്പൊ അള്ളാഹുവിനോടുള്ള അവന്റെ കുലുക്കാണ്. അല്ല, കുലുക്കുമായ അള്ളാഹ് എന്നാണ് പണ്ഡിതന്മാരങ്ങനെ വേർതിരിച്ചു. അള്ളാഹിനോട് നമുക്ക് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ശിരസാവേ. അതേ സമയത്ത് 5 വക്ത് നമസ്കരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ സുന്നത്തൊക്കെ നമസ്കരിക്കുന്ന ആൾക്കാർ തന്നെ അവരോട് ഇടപാട് നടത്തിയാൽ, ഒരു 2 മിനിറ്റ് സംസാരിച്ചാൽ പിന്നെ ജീവിതത്തിൽ അവരെ കാണേണ്ട ഒരു പൂജ്യത നമുക്കുണ്ടാവില്ല. എന്താ കാരണം? അത്ര നല്ല സ്വഭാവമായി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദീന് എന്ന് പറഞ്ഞാൽ അത് കുലുക്കാണ്. കുലുക്ക് എന്ന് പറഞ്ഞാൽ കിതാബുകളിലൊക്കെ കാണുന്ന ചർച്ചകൾ, കുലുക്ക് പൂർത്തിയായ ആളുകൾക്ക് ഒരു ഭർത്താവായി നിലനിൽക്കണമെങ്കിൽ അവരുടെ സ്വഭാവം വേണം, അല്ലെങ്കിൽ ആ ബന്ധം കുട്ടിക്കളിയായി മാറും. അതുപോലെ തന്നെ ഒരു മനുഷ്യനായി നിലനിൽക്കണമെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ മാനേജറാണെങ്കിൽ, ഉദ്യോഗസ്ഥനായി, ഒരു തൊഴിലാളിയായി, ഒരു മുതലാളിയായി ലോകത്ത് നിലനിൽക്കണമെങ്കിലും അവന് അത്യാവശ്യം അവന്റെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെപ്പോലെ തന്നെ അവരവന് വേണ്ടൊരു കാര്യം സ്വഭാവം ഉണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും അത്യുന്നതമായ അവസ്ഥ. സൂറത്ത് കലമിലെ ഒരു വചനമാണല്ലോ, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, തീർച്ചയായും താങ്കൾ സർവ്വവിധ ഗുണങ്ങളുടെയും മകുടോദാഹരണമാകുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പുറം സ്വഭാവം പൂർത്തീകരിച്ച ഒരാളില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനെ പറ്റി ചർച്ച ചെയ്ത, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനെ പറ്റി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ. ഏതൊക്കെ സ്വഭാവത്തിൽ മനുഷ്യന് 4 ഗുണങ്ങളുണ്ടായാൽ അവന്റെ ജീവിതം ഭൗതിക പാരത്രിക വിജയത്തിന് നിദാനമായി വർത്തിക്കുന്ന ഗുണങ്ങളാണ്. ഒന്ന്, മനുഷ്യന് സ്വബർ ഉണ്ടാവുക. അധികം നമുക്ക് ഉണ്ടാവില്ല. പ്രധാന നമസ്കാരവും സ്വബറും കൂട്ടി പറഞ്ഞില്ലേ, അള്ളാഹു പറയുന്നത്. അപ്പൊ ശരിക്കും നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അവന് ഒരു സ്വബറുള്ള ആൾക്കെ നമസ്കരിക്കാൻ കഴിയും. സ്വബറില്ലാത്ത ഒരാൾക്ക് അള്ളാഹുവിനെ ഭയഭക്തിയോടുകൂടി കുമ്പിടാൻ കഴിയില്ല. അപ്പൊ സ്വബർ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഗുണങ്ങളുടെയും ഒരു മാതാവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും ആളുകളിൽ അദ്ദേഹത്തിന്റെ കേവലം നമ്മൾ ആദർശത്തിന്റെ വിശുദ്ധി, ആ ആദർശത്തിന്റെ ശക്തി, ആ ആദർശത്തിന്റെ തേജസ്സും അതിന്റെ സൗരഭ്യവും, അത് മാത്രമല്ല ലോകത്ത് മുസ്ലിംകളെ ഇസ്ലാമിന്റെ വേഗതക്ക് ആക്കം കൂട്ടിയെന്ന് മനസ്സിലാക്കണം. സ്വഭാവം കൂട്ടിയായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ചില സംഭവങ്ങൾ മനസ്സിലാക്കുന്നത്. സ്വബറായിരുന്ന പ്രവാചകന്റെ മുഖം മനസ്സിലാക്കണം. അത് കുടുംബജീവിതത്തിൽ അനുയായികളോട് മറ്റു കാര്യങ്ങൾ സ്വബറില്ലാത്ത ഒരുത്തന് നേതാവാൻ കഴിയില്ല, അനുയായിയാൻ കഴിയില്ല, അവന് ഒരു മുദീറാൻ കഴിയുന്നില്ല, അവരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. മനുഷ്യന്റെ ഉമ്മഹാത്തുൽ അഖ്ലാഖിൽ വളരെ പ്രധാനപ്പെട്ട സ്വബർ. ആ പ്രവാചകന്റെ സ്വഭാവം വിശദീകരിക്കുന്ന ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ 10 വർഷം പ്രവാചകന്റെ കൂടെ ജോലി ചെയ്തു. എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അനസ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല അനസ് എന്നുപോലും പ്രവാചകൻ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല എന്ന്. സെയ്ദ് ഇബ്നു ഹാരിത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഇസ്ലാമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൽക്കാല ചരിത്രത്തിൽ പേര് കേട്ട ഒരാളാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു അടിമയായി വന്നു, അടിമച്ചന്തയിൽ വിറ്റ ഒരു മനുഷ്യനായിരുന്നു. ഖദീജ ബിവി വരെ വാങ്ങി ഇസ്ലാമിന് മുമ്പ്. അങ്ങനെ ആ കുട്ടി വലുതായി അവരൊക്കെ മുസ്ലിങ്ങളായി. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ കുറിച്ചു. അങ്ങനെ ഇസ്ലാമിലെ പ്രവാചകന്റെ ഒരു പോറ്റുമകനായി വളർന്ന സെയ്ദ് ഇബ്നു ഹാരിസ അഥവാ ഉസാമ റളിയല്ലാഹുവിന്റെ പിതാവ്. ഇങ്ങനെ കുളിപ്പിച്ച ആളാണ് ഉസാമ റളിയല്ലാഹു. മയ്യത്ത് കുളിപ്പിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ അനുഭവം പറയുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ സാക്ഷാൽ മാതാപിതാക്കൾ ഇന്നൊരു മാർക്കറ്റിൽ വിറ്റ ആളാണല്ലോ ആ ജാഹിലിയ്യ കാലഘട്ടത്തിൽ. സാക്ഷാൽ വാപ്പയും ഉമ്മയും വന്നു സെയ്ദിനെ വിളിച്ചു, സെയ്ദിനെ കാണണമെന്ന് പറഞ്ഞു, കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സെയ്ദ് റളിയല്ലാഹു പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്ന്.
അപ്പൊ അവിടുന്ന് ആളുകളെ സഹാബികൾ ചോദിച്ചു അതെന്ത് പണിയാണ്. അപ്പൊ വാപ്പയും ഇങ്ങനെ ചോദിച്ചു, സ്വന്തം വാപ്പയും ഉമ്മയും വന്നിട്ട് നിനക്ക് വരാൻ വയ്യേ, അതിനേക്കാൾ നിനക്ക് മുഹമ്മദാണോ വലുത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹവും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു പിതൃതുല്യനായി ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്തരങ്ങൾക്ക് എത്താൻ കഴിയില്ലെങ്കിലും പലപ്പോഴും നമ്മൾ എത്താൻ ശ്രമിക്കണം. അപ്പൊ ആ സ്വബർ, മറ്റൊന്ന് പണ്ഡിതന്മാര് പറയുന്ന ഇഫത്താണ്, ജീവിതത്തിലുള്ള വിശുദ്ധി, ജീവിതത്തിൽ സാമ്പത്തിക സാമൂഹികമായ ജീവിതത്തിൽ വിശുദ്ധി കാത്തു. മറ്റൊന്ന് ധീരതയാണ്. ആ ധീരതയാണ് പ്രവാചകനെ ലോകത്തിന്റെ ഹീറോ ആക്കിയത്. ലോകത്തിന്റെ വലിയ വലിയ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങളിൽ